ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മളുടെ പുതിയ ചാനലിൻ്റെ പുതിയ കണ്ടൻറ്റ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടൻറ്റാണ് നമ്മളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ വിജയം നേടുന്ന നമ്മളുടെ കഴിവ് മാത്രം ആശ്രയിച്ചല്ല, നമ്മൾ അതെങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് നമ്മളുടെ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ശരിയായ ദിശയിലാണെങ്കിൽ ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന ശരിയായ ദിശയിലല്ലെങ്കിൽ, നമ്മൾ ദിശ തെറ്റാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് കഴിവുണ്ട് എന്ന് വെച്ചുകൊണ്ട് മാത്രം ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളാവുന്ന നിർബന്ധമില്ല. ഞാൻ ചിന്തിക്കുന്നത് ഗ്രോത്തിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസ് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഞാനൊരിക്കലും ഗ്രോത്തിലേക്ക് എത്തില്ല. എപ്പോഴും ഉയരണമെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ പഠിച്ച് മെച്ചപ്പെടാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് വിളിക്കാം. ഇപ്പോൾ എനിക്കത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ നോക്കിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടോ ഞാൻ അറിവ് മെച്ചപ്പെടുത്തി എടുത്തിട്ട് ഞാനതിൽ വളരാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ പരാജയം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിത് കഴിയില്ല എന്ന് പറയുന്നത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല പറയാം. അപ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തീരുമാനിക്കണം എന്ത് വന്ന് ഞാൻ തോൽക്കും, എന്നെക്കൊണ്ടത് കഴിയില്ല, ഞാൻ തീർത്ത് കൂട്ടി പറയണം അത് പരിശ്രമിക്കാട്ടി മുമ്പ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയല്ല. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവമില്ല. ഈ വ്യക്തിക്ക് ആകെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ അനാവശ്യമായി ചിന്തിക്കുക, അതുപോലത്തെ ഒന്നും കഴിയില്ല എന്ന് വിശ്വസിക്കുക, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയാണ്. ഓക്കെ, കഴിവ് മാത്രമല്ല ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലും വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഇതൊരു പരാജയം വന്നു കഴിഞ്ഞാൽ ആ പരാജയം എനിക്കൊരു പാഠമാണ്, ഞാൻ കൂടുതൽ ശ്രമിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇപ്പോൾ എനിക്ക് തോൽവി വന്നു, ആ തോൽവിൻ്റെ ഒരു പാഠപുസ്തകമായി ഞാൻ എടുത്തു, ആ പാഠം ഉൾക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ശ്രമിക്കുമെന്നുള്ളൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ അത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിട്ട് മാറും. ഇനിയിപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ പിഴവുകളിൽ നിന്ന് പഠിക്കുന്നതാണ്. അതായത് തെറ്റായ കാര്യങ്ങളുണ്ടായിരിക്കും, അതായത് നമുക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, ആ മിസ്റ്റേക്ക് എവിടെ വന്നു, മിസ്റ്റേക്ക് എങ്ങനെ തിരുത്തുന്നു എന്നുള്ളത് നോക്കിയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്കുള്ള മിസ്റ്റേക്ക് ഞാൻ കണ്ടെത്തി, ആ മിസ്റ്റേക്കിൽ ഞാൻ പഠിക്കുമ്പോൾ ആ മിസ്റ്റേക്ക് അടുത്ത തവണ ഞാൻ ചെയ്യാതെ ശരിയായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനെ കൊണ്ട് പറ്റും. അപ്പോൾ അതാണ് ആദ്യം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ പ്രോബ്ലംസിൽ നിന്നാണ്, താൻ ചെയ്യുന്ന മിസ്റ്റേക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടുന്നില്ല. അതായത് എപ്പോഴും ഇപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യകാലത്തുള്ള, അതായത് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആയി ഓടുന്ന ഒരു കാര്യം പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് വിശ്വാസം ആ കാര്യത്തിലാണ്. കാരണം വെച്ചാൽ അത് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ആയതാണ്, ജയിക്കാമെന്നുള്ള വിശ്വാസം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തികളോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് അത് ചെയ്യും, പുതിയൊരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ പരിശ്രമം വിജയത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. അതായത് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയം എന്ന് എപ്പോഴും വരുന്നത്, അല്ലെങ്കിൽ സക്സസ് എന്ന് എപ്പോഴും വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയം വരുന്നത്. അല്ലാതെ ഒരിക്കലും ശ്രമിക്കാണ്ടിരിക്കുമ്പോൾ വിജയം വരില്ല, ശ്രമിച്ചാൽ മാത്രമാണ് വിജയം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇവിടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവരെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഓരോ തവണയും നമുക്ക് തോൽവി വന്നു കഴിഞ്ഞാൽ നമ്മെ നിർത്താനല്ല വളരാൻ സഹായിക്കും എന്നുള്ളതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലെ സംബന്ധിച്ചോളം. അതായത് ഇപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രസൻറ്റേഷൻ വീഡിയോ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെയിലി ഞാൻ തോൽക്കുകയാണെങ്കിൽ
ഡെയിലി ഇങ്ങനെ വ്യൂസ് കിട്ടാതെ ഡെയിലി ഇങ്ങനെ പിന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് വേണ്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ് പോവുകയാണെങ്കിൽ അത് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയല്ല. നിരന്തരം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് വിജയം വേണം, വ്യൂസ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയാവുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ തോൽവി എന്നെ സഹായിക്കലാണ്, ഒരിക്കലും എന്നെ തളർത്തലല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, ടാലൻറ്റ് മാത്രം പോരാ, സ്ഥിരമായ ശ്രമം, പഠിക്കാനുള്ള മനസ്സും ആണ് നമ്മൾ എപ്പോഴും ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ടാലൻ്റ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവരും യുണീക്കായിട്ട് വ്യത്യസ്തമായ ടാലൻ്റ് ഉണ്ടാവാം. അത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ പറ്റില്ല. നമ്മൾ നേരമായി സ്ഥിരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കിട്ടുന്ന സാഹചര്യത്തോട് അഡാപ്റ്റ് ആയിക്കൊണ്ട് ഒരിക്കലും നമ്മൾ അതിനെ കുറ്റം പറയാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും തീരുമാനമെടുക്കും. അതായത് നമ്മൾ തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഓരോ ദിവസം മെച്ചപ്പെടുന്ന ആളാണ് തീരുമാനമെടുക്കുകയാണ്. അതായത് ഞാൻ നല്ല രീതിയിൽ ഗ്രോ അപ്പ് ആവുന്ന തീരുമാനമെടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് തന്നെ ചെയ്യും, ഒരിക്കലും നാളെ നോക്കില്ല, മടി പിടിച്ചിരിക്കില്ല. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ളവർക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റില്ലാത്ത വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കരുത്. എപ്പോഴും അങ്ങനെ വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് എന്നും നിങ്ങളുടെ ഒപ്പം ഈ ചാനലും ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്നും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്കായിട്ട് വീണ്ടും കാണാം. വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളും ഇതിൻ്റെ തുടർച്ചകളുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ, സൈനിങ് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ.